മുറിക്കത്ത് കാണിച്ചിട്ടേക്കുന്നേ? ഞാൻ എന്ത് കാണിച്ചെന്ന്? കേശോ, ഇതെന്തോ ഈ മുറിക്കത്ത് കാണിച്ചിട്ടേക്കുന്നേ? മുഴുവൻ വലിച്ചൊരിട്ടേക്കുവാ. ഒരു സാധനം വെച്ചാ ചെറുത് കാണത്തില്ല. ഞാൻ ചെന്നൈയിലോട്ട് പഠിക്കാൻ പോയതാണ്, അല്ലാണ്ട് ഒരു പോക്കിന്ന് പോയതല്ല. എന്തോ ഒരു സാധനം കാണാനില്ലടാ ഇവിടെ. നിന്റെ സാധനം നീ വെച്ചിട്ട് പോയ സ്ഥലത്ത് കാണാം, അല്ലാതെ അതെടുത്ത് അടുക്കി പറക്കി വെക്കാണെന്ന് എനിക്ക് വയ്യായിരുന്നു. അന്ന് നിനക്ക് അടക്കി പറക്കി വെച്ച പ്രശ്നം? എടി എനിക്ക് വയ്യടി, എനിക്കിവിടെ എന്റെ സാധനം അടുക്കി പറക്കി വെക്കാൻ വയ്യ, സമയമില്ല. നിനക്കെന്താ സമയമില്ലാത്തത്? നീ അന്ന് ഇവിടെ ജില്ല ഭരിക്കുന്ന കളക്ടർ. മുമ്മ അതല്ല, ഞാനിപ്പോ അവളുടെ സാധനം വല്ല എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് അവസാനം അവളും എന്താ ഇതേപോലെ തപ്പുമ്പോ കണ്ടില്ലെങ്കിൽ എന്റെ തലയ്ക്ക് തന്നെ കയറും. ചുമ്മാ തമ്മും ഉടായിപ്പോ ന്യായം പറയുന്നത്. വേണേ ഇപ്പൊ തപ്പിയിട്ടി ഓരോന്ന് വലിച്ചു വരിട്ടിട്ട് കുടുക്കമ്മ പറഞ്ഞു. അയ്യോ, ക്ഷീണായി ക്ഷീണായി ക്ഷീണായി. അയ്യോ ഒരു അരമണിക്കൂർ പോലും ഓടിയില്ല, കിടന്ന് കിടക്കുന്നതാണ്ടോ? അത് പിന്നെ കൊറേ നാൾക്ക് ശേഷമല്ലേ ഞാൻ ജോഗ് ചെയ്യുന്നേ, അതുകൊണ്ടൊന്നും അല്ല, കൊളസ്ട്രോളെ അടിഞ്ഞോടി കിടക്കും അതുകൊണ്ട്. അയ്യോ, ഈ അവസ്ഥക്ക് എന്താണ് ഒരു പേര് പറയും, ഞാൻ 12th പഠിച്ചിട്ടുണ്ട്. അത് അതിറോസ്ക്ലറോസിസ്. അതാണ് അളിയന്. എന്തോന്ന്? അതിറോസ്ക്ലറോസിസ്. എന്റെ പൊന്ന് ശിവാനി, ഒന്ന് നിർത്താൻ പറ്റുമോ നിനക്ക് പ്ലീസ്? സിദ്ധു, ഹാർട്ടിനെ ബാധിക്കുന്ന കാര്യമാണ്, ചുമ്മാ കളിക്കരുത് കേട്ടാ. സമ്മതിച്ചു. ഭയം വേണ്ട, ജാഗ്രത മതി. ഭയം വേണ്ടെന്നാ? അമ്മൂമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. കരയാറ്റി, നമ്മുടെ ഐറ്റം റെഡിയായോ? റെഡി റെഡി, ഇങ്ങടുത്തോ. ആയിട്ടോ? കണ്ടോ? പച്ചയിലക്കൂട്ട് റെഡി. എന്താന്നല്ലോ ഇത്? ഇവര് കുടിക്കാനുള്ളതാ. പാവക്ക ജ്യൂസ് ആണോ? പേടിക്കണ്ട, പാവയ്ക്ക ജ്യൂസ് അല്ല. പാവക്ക ജ്യൂസ് അല്ലെങ്കിൽ ഞാൻ കുടിക്കാം. ഓക്കെ. ഇത് കറിവേപ്പിന്റെ ഇല, പുതിനയുടെ ഇല എല്ലാം കൂടെ അരച്ച് അതിന്റെ നീരെടുത്ത ജ്യൂസാ. അതത് ചേച്ചി, അത് മധുരം ചേർത്തിട്ടുണ്ടോ? இல்ல பாரு, இதுல சர்க்கரையே போடல. சித்து, இந்த சர்க்கரை வியாதி இருக்கிறவங்களுக்கு இந்த சுகர் எல்லாம் போடக்கூடாது. ആന്റി, ഞാൻ ഷുഗർ പേഷ്യന്റ് അല്ല. അത് വൈകാതെ ആയിക്കോളും. മോൻ കുടിക്കേ. കുടിക്കാം കുടിക്കാം, കുറച്ചെങ്കിലും കുടിക്കേ. കുടിക്കാടാ. ഒരു സിപ്പെങ്കിലും എടുക്ക്. ഞാൻ കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ട് കുടിപ്പിക്കുമെന്ന് എനിക്ക് അറിയാമല്ലോ. അതെന്തായാലും കുടിപ്പിക്കുമല്ലോ. ഞാൻ കുടിക്കാം. സമാനപ്പെട്. ലച്ചൂസേ, ഇത്രയും കഷ്ടപ്പെട്ട ഓടികൊണ്ട് എനിക്ക് നല്ല വിശപ്പ്. ഇന്നലെ രാത്രി തന്നെ എനിക്ക് ആകെ ഒരു കപ്പ് ചോറ് അവള് കഴിക്കാൻ തന്നെ. പൊരിച്ച മീൻ ചോദിച്ചിട്ട് ഇവിടെ തന്നുമില്ല. എനിക്കത് നല്ല വിഷമായി കേട്ടോ. വിഷമായി? വിഷമം മാറ്റി തരാം. ആന്റി, ഇവന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ஓ, சித்தோட ஸ்பெஷல் பிரேக்ஃபாஸ்ட் ரெடி. സ്പെഷ്യൽ എന്താ കഴിക്കാൻ? അല്ലയാ, പുട്ട്, കടല, പപ്പടം, മുട്ട പൊരിച്ചത് ഞങ്ങൾക്ക്. അപ്പം മുട്ടക്കറിയും പാറുവിന്. നിനക്ക് ഓട്സും വെള്ളവും. ഓട്സാ? ഓട്സ് ആണെങ്കിൽ അത് പൊളിക്കും. അളിയൻ ഓട്സിന്റെ മൂല്യങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ഓട്സ് ഉണ്ടല്ലോ, കഴിച്ചു കഴിഞ്ഞാ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് പോയി. പിന്നെ വെയിറ്റ് ലോസ്, അത് മാത്രമല്ല ഇമ്മ്യൂൺ സിസ്റ്റം, ഡൈജഷൻ, മെറ്റബോളിസം എന്ന് വേണ്ട എല്ലാത്തിനും ഓട്സ് കിടനാണ്. അളിയൻ കഴിക്കളിയാ, ശക്തി വരട്ടെ തിരിച്ച്. എന്തോന്ന് ചേച്ചി, ഓട്സിന്റെ പരസ്യോ? അളിയ ഒന്നല്ലേ ഉള്ളൂ, പറയണ്ടേ? എന്റെ പൊന്നു ശിവ, നിന്റെ ക്ലാസ് എടുപ്പ് ആദ്യം നിർത്തിക്കേ, കുറെ ആവുന്നുണ്ട് നീ. നീ ആ ജംഗ്ഷനിൽ പോയിട്ടേ നല്ല റാഗിപ്പൊടിയും അതുപോലെ തന്നെ തിന അതും മേടിച്ചോണ്ട് തന്നെ. ഷുഗർ പേഷ്യൻസിന് ഇതൊക്കെ വളരെ നല്ലതാ. തെന കഴിക്കാൻ ഞാൻ എന്താ കിളിയാ? ശുദ്ധഹാസ്യം. മരിച്ചിട്ടില്ല. വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. ആന്റി, ഒന്ന് വന്നേ. ഞാൻ ദാ വരുന്നേ, കുറച്ച് തൊട്ടാവാടിയും തഴുതാമയും മുയൽച്ചെവിനും ഒക്കെ പറിച്ചോണ്ട് വരട്ടെ. അത് വെച്ചൊരു പിടിയുണ്ട്. ഓടി വരണേ. ഓടി വരാൻ മോനെ. അതെ, ഒരാഴ്ചക്കുള്ളിൽ ഇവിടുത്തെ പറമ്പും പച്ചക്കറിക്കടയൊക്കെ കാലിയാവുന്ന തോന്നണേ. മൊത്തം ഞാൻ കഴിക്കണ്ടേ? അളിയ ഉള്ളത് പറയാലോ, അളിയം പെട്ടു. ഉള്ള സമയത്തിനെ എടുത്ത് കുടിക്കാൻ നോക്ക് കേട്ടോ. യേശുവേ, മുഴുവൻ കുടിപ്പിച്ചിട്ടേ വിടാൻ പാടുള്ളൂ. നീ ഓർക്കണം, നമുക്ക് ഒരേ ഒരു അളിയനേ ഉള്ളൂ. പഴയ ഓജസ്സും തേജസ്സുള്ള അളിയനെ നമുക്ക് വീണ്ടെടുക്കണം, കേട്ടല്ലോ അളിയാ. കേശു, ഇവിടെ ഉള്ളവരെല്ലാം കൂടി എന്റെ അടുത്ത് എന്തുവാടാ കാണിക്കുന്നേ? അങ്ങോട്ട് പീഡിപ്പിക്കുക. ഇങ്ങനെയാണെങ്കിലേ ഞാൻ ദുബായിക്ക് അങ്ങ് പോവും കേട്ടാ. പിന്നല്ലാതെ. ഇത് കുടിക്കാതെ ഒരു രക്ഷയില്ല. അളിയെ പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അളിയൻ കുടിച്ചില്ലെന്നിരിക്കട്ടെ, ചേച്ചി വന്നൊരു താണ്ഡവം ആടും. അതിപ്പം വേണം.
ഒരു വഴിയുണ്ട്. അളിയാ, ഇപ്പൊ ഇതിനകത്ത് മധുരമില്ലാത്തതിന്റെ അളിയന്റെ പ്രശ്നം. എന്തുവാ? ഷുഗർ ഫ്രീ ഷുഗർ. എപ്പടി ഇപ്പൊ നോക്കിക്കോ. അളിയ വിരൽട്ടേരി ഇളക് ഇതിലും വന്ന് കണ്ടു കഴിഞ്ഞ പ്രശ്നവും. നിന്റെ പോക്കറ്റിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു നീ നേരത്തെ? പിന്നല്ലാതെ നീ വല്ലാണ്ട് പ്ലാൻഡ് അല്ലേ? കൊച്ചു കള്ളൻ. നീ ഒരു പൊളി തന്നെ. വേറെ രണ്ടുമൂന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്, ആവശ്യം പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. കുടിച്ചില്ലേ ഇത്? കുടിക്കോ 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 കുടിക്കും. ഇപ്പൊ കുടിക്കുക. അതേ കണ്ടോ, കുടിക്കുന്ന കണ്ടോ? കുടിക്ക്. ധൈര്യമായിട്ട് കുടിയില്ലേ? മുടുക്കൻ നല്ല കുട്ടിയായിട്ട് കുടിച്ച്. ഇങ്ങനെയാണ് നീ അടുത്തത് കൊണ്ടുവന്നേരാം. പെട്ടെന്ന് കൊണ്ടു കേട്ടോ. ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ഡാളിയാ, നീ അടുത്തേക്ക് വന്നേ. എന്തല്ല ഒരു ഉമ്മ തരട്ടാ. നീയേ എന്റെ അളിയനല്ല, പിന്നെ അളിയന. അളിയ ഗോതമ്പഞ്ഞി കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് ഒന്നും കഴിക്കണ്ട. വയറ് അത്രയ്ക്ക് അങ്ങ് ഫുള്ളാ. തൊട്ട് നക്കാൻ പോലുവേ നിന്റെ ചേച്ചി അച്ചാറ് പോലും തന്നില്ല, അറിയാവോ? അച്ചാറ് പോലും. വൈകുന്നേരം എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വൈകുന്നേരം എന്തോ കിട്ടാനാ? കുറെ വൈക്കോലും പുല്ലും തരുമായിരിക്കും എല്ലാരും കൂടെ. സത്യം പറയാലോ അളിയ, അളിയന് വിഷമമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അളിയൻ കഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചത്. ആ ഫിഷ് ഫ്രൈ ഒക്കെ എടുത്തിട്ട് ഓരോ പീസ് കഴിക്കുമ്പോഴുണ്ടല്ലോ അളിയന്റെ മുഖം മാത്രമാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞത്. സത്യം കിട്ടും. ഫിഷ് ഫ്രൈയോ? പിന്നെ ഗംഭീര ഫിഷ് ഫ്രൈ. ഏത് മീൻ? നെയ്മീൻ ഉണ്ടായിരുന്നോ? ഓ, നിങ്ങൾ എല്ലാരും കഴിച്ചാ? പിന്നെ ലെറ്റൂസ് കഴിച്ചാ? ലെച്ചൂസ് കഴിച്ചോന്നാ? ലെച്ചൂസിന്റെ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. 3 എണ്ണം അളിയന്റെ കൂടെ ചോദിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്റെയും. അളിയാ, ഈ നെമ്മീൻ എന്നൊക്കെ പറഞ്ഞ പൊന്നളിയോ സൂപ്പർ കേട്ടോ. അത് ഇങ്ങനെ വറുത്തം കൊണ്ട് കൊണ്ടുവന്ന് വെച്ചപ്പോ ഒരു മണം അടിച്ചു. എന്റെ ശിവോ, എന്തുവായിരുന്നു ഇങ്ങനെ പിച്ചുമ്പളേ ചൂടാവി ഇങ്ങനെ പറക്കും. വായിലോട്ട് വെച്ചപ്പോ അഴിഞ്ഞങ്ങ് പോയി. കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നോ? പിന്നെ കുരുമുളക് കിട്ടിട്ടുണ്ടായിരുന്നു. അളിയന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല അളിയൻ കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ കഴിക്കണത് മോശമാണെന്ന് നമുക്കറിയാം. എന്നും പറഞ്ഞുകൊണ്ട് അളിയൻ കഴിക്കാതിരിക്കണം പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതും മോശമല്ലേ? സിദ്ധ, ഗോതമ്പ് കഞ്ഞി എങ്ങനെയുണ്ടായി? സൂപ്പർ ആണല്ലേ? എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ രാത്രി ഡിന്നറിന് വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്താ? റാഗി ദോശ, അതും 2 എണ്ണം ലാവിഷായിക്കോട്ടെ. 2 എണ്ണോ? കൂടെ കറിയെങ്കിലും ഉണ്ടാവോ? പിന്നെ കറിയുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാത്ത ചമ്മന്തി, അതും 1 സ്പൂൺ. லிச்சு அதே மாதிரி உள்வ நம்ம தண்ணியில நைட்டே போட்டு வச்சுக்கலாம். காலங்கார்த்தால எழுந்திரிச்ச உடனே சித்து நீ குடிக்கணும். പിന്നെ കുടിക്കണ്ടേ ആന്റി? ഇനിയിപ്പോ എങ്ങാനും ഞാൻ മറന്നു തുടങ്ങി ആന്റി എന്നെ ഓർമ്മിപ്പിക്കണേ. ஓ கண்டிப்பா. அதே மாதிரி பேரக்க நீ சொன்ன மாதிரி வாங்கி வச்சிருக்கேன். சித்து நீ அதுவும் சாப்பிடணும். പിന്നെ രാവിലെ മറ്റേ 2 കുഞ്ഞു പേരക്കയില്ലേ, അത് കട്ട് ചെയ്ത് കൊടുക്കാം. അളിയ, പേരക്ക വെരി ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്ത്. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ തുടങ്ങിയ എല്ലാം കൺട്രോൾ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മൂല്യങ്ങളും ഇതിനുണ്ട്. சித்து நீ வருத்தப்பட வேண்டாம். இப்ப கொஞ்சம் ஃபுட் எல்லாம் கண்ட்ரோல் செஞ்சா உனக்கு பிடிச்ச ஃபுட் எல்லாம் அப்புறம் சாப்பிடலாம். നിർത്തിക്കേ. കുറെ നേരം എല്ലാരും കൂടെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കാം തിരിച്ച് ദുബായിക്ക് പോകാൻ വേണ്ടിട്ട്. പിന്നെ നീ ദുബായിക്ക് കുറെ പോവും. ഒന്നാമത്തെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. അതൊന്നും കൺട്രോൾ ആവണം, നീ പോവില്ല. ലച്ചു, നീ അകത്തെങ്ങാനും പോയിരുന്ന മര്യാദക്ക്. പിന്നെ സിദ്ധു, നീ കൂടുതലൊന്നും പറയണ്ട. നീ അകത്തോട്ട് പോയിരുന്നേ. എല്ലാരും കൂടെ വെറുപ്പിക്കാൻ വന്നോളൂ. മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തൂല്ല.
അളിയ അളിയ നൈസിൽ എണീറ്റ് അടുക്കളയിലോട്ട് ലൈറ്റ് ഒന്നും ഇടല്ലേ ആരെയും ഉണർത്താതെ വാ. അത് ഗുണമുള്ള കേസാ. ദൈവമേ, ഹിമയമല എണീറ്റ് വരുമ്പോൾ ആരും കാണാതിരുന്നാ മതിയായിരുന്നു. എന്താടാ? എന്താ? ഞങ്ങളെ പഴയടത്തോണ്ട് വരും. ഓക്കെ, എന്താ കാര്യം? ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അളിയ ഉറങ്ങിയായിരുന്ന. എങ്ങനെ ഉറങ്ങാനാടാ? നല്ല വിശപ്പ്. എനിക്കറിയായിരുന്നു. വിശന്നിട്ട് കൈയും കണ്ണും കാണാതിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കില്ലായിരുന്ന. അതാണ് ഞാൻ വിളിച്ചത്. അതാണ് ഞാൻ മെസ്സേജ് വിളിച്ചേ. എന്തിനാ? എല്ലാം ഒന്ന് ഉറങ്ങാൻ. എടാ എന്തിനെന്ന്? അളിയ പ്ലേറ്റ് പിടി, ആ ഫോൺ താഴെ. ഇനി കണ്ണട. അതെന്തിനാ? കണ്ണട അളിയ കൊണ്ട് തുറക്കല്ലേ. തുറക്കല്ലേ. തുറക്കരുത്, മണക്ക്. ബീഫ് തറക്കണേല് ചൂട് പൊറോട്ടയും ഇടുക്ക് ചില്ലി ബീഫ്. ലച്ചൂസേ, അളിയെ വാങ്ങിച്ചു തന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതാ. ഇഷ്ടൻ. നീ എന്റെ കുടുംബം നശിപ്പിക്കും അല്ലടാ കേശു.